നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളൊക്കെ ബ്രേക്കിലേക്ക് പോയിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ ക്രിസ്മസ് ബ്രേക്ക്, അതിനുശേഷം മാത്രമേ കളികൾ പുനരാരംഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ബ്രേക്കിൻ്റെ സമയത്ത് ടോപ്പ് 5 ലീഗിൽ മുന്നിൽ ആരാണ്? ലാ ലീഗയിൽ ഒന്നാം സ്ഥാനത്ത് FC ബാഴ്സലോണയാണ്. പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് ആഴ്സണലാണ്. ബൂണ്ടസ് ലീഗിൽ ഒന്നാമത് ബയൺ മ്യൂണിക്കാണ്. സീരിയയിൽ ഒന്നാമത് ഇൻ്റർ മിലാനാണ്. ലീഗ് വണ്ണിൽ ഒന്നാമത് PSG അല്ല. ഏതായാലും ഇപ്പോൾ ഈ ലീഡേഴ്സ്, ഒന്നാം സ്ഥാനത്തുള്ളവരെ മൊത്തം എടുത്താൽ ടോപ്പ് 5 ലീഗിൽ ലീഡേഴ്സിൽ ഒന്നാമതാരാണ്? അത് ബാഴ്സലോണയാണ്. ബാഴ്സക്കാണ് ഏറ്റവും അധികം പോയിൻറ്റ്, 46 പോയിൻറ്റുമായിട്ട് ബാഴ്സ ഒന്നാമത്. നമ്മൾ മുഴുവനായിട്ടൊന്ന് കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ആദ്യം ബൂണ്ടസ് ലീഗ് വെച്ച് തുടങ്ങാം. ബൂണ്ടസ് ലീഗയിൽ ബയൺ മ്യൂണിക്ക് അപരാജിത കുതിപ്പ നടത്തുന്നത്. അവരാണ് ഒന്നാമത്. 15 കളി, 13 ജയം, 2 സമനില, 41 പോയിൻറ്റ് പ്ലസ് 44 എന്ന വല്ലാത്ത അനിതര സാധാരണമായ ഒരു ഗോൾ ഡിഫറൻസുമായിട്ട് ഒരു ഒന്നാമത് വിരാജിക്കുകയാണ്. അവിടെ ഗോൾ അടിയിൽ ഒന്നാമത് ഹാരി കെയ്നാണ്, 19 ഗോളുകളുമായിട്ട് ഒന്നാമത്. രണ്ടാമതുള്ള സ്റ്റുട്ട്ഗർട്ടിൻ്റെ ഡെനിസ് യുണ്ടാവിന് 58 ഗോളുകൾ. ഒപ്പം ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിൻ്റെ ജനാദൻ ബുർക്കാറ്റിന് 8 ഗോളുകൾ. അതുപോലെ തന്നെ ലൂയിസ് ഡയസിനും 8 ഗോളുകൾ. ഇതാണ് രണ്ടാം സ്ഥാനം. അതായത് ഡെനിസ് യുണ്ടാവ്, അതുപോലെ ജനാദൻ ബുർക്കാറ്റ്, പിന്നെ ലൂയിസ് ഡയസ്, ഇവർക്കെല്ലാം 8 വീതം ഗോളുകൾ. അങ്ങനെയാണ് അവിടുത്തെ കഥയെങ്കിൽ ലീഗ് വണ്ണിൽ നമ്മൾ പറഞ്ഞല്ലോ ഒന്നാമത് PSG അല്ലെന്ന്. അവിടെ ഒന്നാമത് RC ലെൻസാണ്. ലെൻസ് 16 കളി 37 പോയിൻ്റോടെ ഒന്നാമത് നിൽക്കുമ്പോൾ 16 കളികളിൽ നിന്ന് 36 പോയിൻ്റുള്ള PSG രണ്ടാമതാണ്. അസാമാന്യ കുതിപ്പാണ് ലെൻസ് നടത്തുന്നതെന്ന് പറയേണ്ടി വരും. ക്വാളിറ്റിയിൽ പക്ഷേ ഒന്നാമതുള്ളത് ഒളിമ്പിക് മാർസയുടെ മെയ്സൺ ഗ്രീൻവുഡാണ്, 11 ഗോളുകൾ. രണ്ടാമതുള്ളത് റെന്നസിൻ്റെ എസ്റ്റാബൻ ലിപ്പോലാണ്. അദ്ദേഹം 8 ഗോളുകളുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ലാലിഗയിലാണല്ലോ ബാഴ്സയുടെ കുതിച്ച് പായൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 18 കളിയിൽ നിന്ന് അവർക്ക് 46 പോയിൻ്റുണ്ട്. ടോപ്പ് 5 ലീഗിൽ ഒരു ടീമിനും 46 പോയിൻ്റ് ഇപ്പോഴില്ല. റയലിന് 18 കളി 42 പോയിൻ്റ്, അവർ രണ്ടാം സ്ഥാനത്ത്. ബാഴ്സ പ്ലസ് 31 ഗോൾ ഡിഫറൻസിൽ മികച്ച രൂപത്തിൽ മുന്നേറുന്നു. ലലീഗയിലെ ഗോൾ അടിയിൽ പക്ഷേ ഒന്നാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പയാണ്. എംബാപ്പെ 18 ഗോളുകളുമായിട്ട് ഒന്നാമത് നിൽക്കുമ്പോൾ ഫെറാൻ ടോറസ് 11 ഗോളുകളുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇറ്റാലിയൻ സിരിയയിലെ പോരാട്ടം കനക്കുകയാണ്. ഒറ്റ പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇൻ്റർ മിലാൻ, 15 കളി 33 പോയിൻറ്റ്. AC മിലാനോ 15 കളി 32 പോയിൻറ്റ്. ഒറ്റ പോയിൻ്റ് വ്യത്യാസമുള്ളൂ. അവിടെ പോരാട്ടം കനക്കുന്നു എന്നർത്ഥം. ഗോളടിയിൽ ഒന്നാമത് ലൗട്ടറോ മാർട്ടിനസ് ആണ്. 8 ഗോളുകളുമായിട്ട് ഇൻ്ററിൻ്റെ സൂപ്പർ താരം ഒന്നാമത് നിൽക്കുമ്പോൾ 7 ഗോളുകളുമായിട്ട് ക്രിസ്ത്യൻ പുലിസിച്ച് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇനി പ്രീമിയർ ലീഗിൻ്റെ കാര്യത്തിൽ പറയണ്ടല്ലോ. ആഴ്സണലിൻ്റെ ഒന്നാമതുള്ള വിരാജിക്കലാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷങ്ങളെടുത്താലും 3 തവണയും ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ഒന്നാം സ്ഥാനത്ത് നിന്നത് ആഴ്സണലല്ലേ. അത് പക്ഷേ അവർക്ക് കിരീടമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത്തവണ ആ കഥ മാറുമെന്ന പ്രതീക്ഷയിലാണ് ആഴ്സണലിൻ്റെ ആരാധകരുള്ളത്. നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 17 കളികളിൽ നിന്ന് 39 പോയിൻറ്റോടെ അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അത്രയും കളികളിൽ നിന്ന് 37 പോയിൻറ്റുള്ള മാഞ്ചസ്റ്റർ സിറ്റി തൊട്ടുപുറകിൽ രണ്ടാം സ്ഥാനത്തുണ്ട്. ആ പോരാട്ടം കനക്കുമെന്ന കാര്യം ഉറപ്പാണ്. എർലിംഗ് ഹാലൻഡാണ് അവിടെ ഗോളടിയിൽ ഒന്നാമത്, 19 ഗോളുകളുമായിട്ട് അദ്ദേഹം നിൽക്കുമ്പോൾ ബ്രെൻഫോർഡിൻ്റെ ഇഗോർ തിയാഗോ 11 ഗോളുകളുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇതാണ് പ്രീമിയർ ലീഗിലെയും കണക്ക്. മൊത്തത്തിലപ്പോൾ നമ്മൾ എടുത്താൽ ടോപ്പ് 5 ലീഗിൽ ഈ ക്രിസ്മസ് ബ്രേക്കിൽ ഒന്നാമത് FC ബാഴ്സലോണ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.